പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരള PSC ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ സഹകരണ വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കുന്നത്, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമുക്ക് PSCയുടെ നോട്ടിഫിക്കേഷൻസ് വരാറുള്ളൂ, സഹകരണ മേഖലയിൽ നിന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ കഴിഞ്ഞായിരുന്നു, കേരള ബാങ്ക് കഴിഞ്ഞു, ഇതാണ്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഒന്നല്ല, രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെയും പിന്നെ നമ്മുടെ KS കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റിൻ്റെയും, അങ്ങനെ 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് JCIയുടെയും KS കാർഡ് ബാങ്കിൻ്റെയും മൊഡ്യൂളിനകത്തുള്ള ഒരു ടോപ്പിക്ക് അല്ല, 2 ടോപ്പിക്ക്, അതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലാസ് മുഴുവനായും കാണുക. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കലും PSC എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുന്നവർക്കും എക്സാം നന്നായിട്ട് എഴുതുന്നവർക്കുമാണ് PSC എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കടലോളം പഠിച്ച് ഹാർഡ് വർക്കല്ല PSCക്ക് വേണ്ടുന്നത്, സ്മാർട്ട് വർക്കാണ് വേണ്ടുന്നത്. അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. വർഷങ്ങൾ പഠിക്കുമ്പോൾ അടുക്കും ചിട്ടയോടെ പഠിക്കുക. കാര്യങ്ങൾ ഒരു സംഭവം ഉണ്ടായി, അതിന് ശേഷം ഉണ്ടായ ഓരോ കാര്യങ്ങളെയും കൃത്യതയോടെ പഠിക്കുക. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നന്നായി പഠിച്ച് നന്നായിട്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകും. പക്ഷേ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് ഇതിനകത്ത് ഈ CSEB എക്സാം എഴുതുന്ന ആൾക്കാർ കൂടുതൽ ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം അവർക്ക് ഓർമ്മയിലുണ്ടാവത്തില്ല. പലപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് അവർ കറുപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമുകൾ കൂടുതൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെ അവലോകനം ചെയ്ത് കൃത്യമായി പഠിക്കുന്നൊരു വ്യക്തിക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറിപ്പോവാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ റിഗാർഡിംഗ് ദ കാർവേ കമ്മിറ്റി റെക്കമെൻഡേഷൻ? കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ, ഈ കാർവേ കമ്മിറ്റി കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനകത്താണ് വരുന്നത്, അല്ലേ? നമ്മുടെ സിലബസിനകത്തെ 2ാമത്തെ മൊഡ്യൂളിനകത്തെ ഒരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. എങ്ങനെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നത് എന്നുള്ളത്. സോ നോക്കിക്കേ, ഈ ഒരു ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ, ഈ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വരുന്നത്? നോക്കേ. The committee suggested deleting the principles of a cash sales at market rate. അതായത് ഈ കമ്മിറ്റി പറഞ്ഞു, സജഷൻ കൊടുത്തു, എന്താണ്? ഡിലീറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ്. ദെൻ 2ാമത്തെ നോക്കിക്കേ. ദ പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി വാസ് റെക്കമെൻഡഡ് ഫോർ ഡിലീഷൻ. അതായത് ഈ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റിയും ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ 3ാമത്തത്, ദ കമ്മിറ്റി പ്രപ്പോസ്ഡ് ഇൻക്ലൂഡിങ് എ ന്യൂ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അതായത് 3ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന ഒരു പ്രിൻസിപ്പിളും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഇൻക്ലൂഡ് ചെയ്തു? കാർവേ കമ്മിറ്റി സജസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലായോ? ദെൻ അടുത്തത്, ദ കമ്മിറ്റി റെക്കമെൻഡഡ് സ്ട്രിക്റ്റ് കാറ്റഗറൈസേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഇൻറ്റു എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും 2ആക്കി തിരിച്ചു. കാർവേ കമ്മിറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മനസ്സിലായോ? ഇതിനകത്തെ എത്ര ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ്. കണ്ടു നോക്കിക്കേ. എല്ലാം 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ? അപ്പം ഇതിനകത്ത് ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഈ ഓപ്ഷൻസ് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ വന്നത്. കണ്ടോ ഈ ഒരു ചോദ്യം? എന്നിട്ട് ഈ ടൈപ്പായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എനിവേ, നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഇതിനെ പഠിക്കണ്ടേ? എങ്ങനെ പഠിക്കണം? മനസ്സിലാക്കി പഠിക്കണം, ഒരു കഥ പോലെ പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഇന്നീ ഇരിക്കുന്ന പൊസിഷനിൽ എത്തിയിരിക്കുന്നതെന്ന് നോക്കിയാലോ? ഇതേ നോക്കിക്കേ. ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, അതായത് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്, ഫോർത്ത് സ്റ്റേജ് ഉണ്ട്. അങ്ങനെ 4 സ്റ്റേജുകൾ കടന്നിട്ടാണ് നമ്മുടെ 1995 നമ്മളിപ്പോൾ കാണുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നിരിക്കുന്നത്. 4 സ്റ്റേജ് ഉണ്ട്.
ഈ നമ്മൾ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. നോക്കിക്കേ, ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ, ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ്, ആദ്യമായിട്ട് നമ്മൾ ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളായിട്ടായിരുന്നു സഹകരണ പ്രസ്ഥാനങ്ങൾ ആദ്യമായി തുടങ്ങിയത് ലോകത്തിൽ. എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം വരുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഉപഭോക്തൃ സഹകരണ പ്രസ്ഥാനങ്ങളായിട്ടാണ് തുടങ്ങിയത്. കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആയിട്ടാണ് ഇംഗ്ലണ്ടിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി 2 കാര്യങ്ങളൂടി ഞാൻ പറയാം. അതായത് എന്നാൽ ക്രെഡിറ്റ് തുടങ്ങിയതോ, വായ്പാ സംഘങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബർത്ത് പ്ലേസ് ചോദിച്ചാൽ ജർമ്മനി എന്ന് പറയണം. എന്നാൽ മാർക്കറ്റിംഗ് ആണെങ്കിലോ, മാർക്കറ്റിംഗ് വന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഓക്കെ, അപ്പം സഹകരണ പ്രസ്ഥാനങ്ങൾ ആദ്യമായി തുടങ്ങിയത് എവിടെയാണ്? സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം വരുന്നത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അവിടെ ആണെങ്കിൽ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആയിട്ടാണ് അത് വന്നത്. അങ്ങനെ അവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കൃത്യതയോടെ നടന്ന ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ഓക്കെ, 1844 ഡിസംബർ 21 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. റോച്ച്ഡെയിൽ പൈനിയർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. അദ്ദേഹം ഫോളോ ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെയാണ് ആദ്യമായിട്ട് നമ്മുടെ ICA എടുത്തത്. അതാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ആദ്യം എടുത്തുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ, ആ ഒരു തത്വത്തിൻ്റെ ബേസിലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നീട് 1844 അദ്ദേഹത്തിൻ്റെ വന്നത്. 1860 നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എടുക്കുന്നത്. മനസ്സിലായോ? 1860 വർഷങ്ങൾ കൃത്യമായി പഠിക്കണം. 1860 പിന്നീട് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി. ഇപ്പം ഓരോ വർഷങ്ങൾ കഴിയും തോറും മനുഷ്യന്മാർ മാറും, ചിന്താഗതികൾ മാറും. അങ്ങനെ എന്ത് സംഭവിച്ചു? കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരിങ്ങനെ റീഫോർമുലേഷൻ നടത്തും. ഇന്ന ഡിഫക്റ്റുകളുണ്ട്, ആ ഡിഫക്റ്റുകളേക്ക് ഒന്ന് മാറ്റാം. അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അവരതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നു. അത് റീഫോർമുലേറ്റഡ് ആയിട്ട് പിന്നീട് വരുന്നു. അങ്ങനെ പല സ്റ്റേജുകളാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു, എവിടെ വെച്ചിട്ടായിരുന്നു ഇതുമായിട്ട് സംബന്ധിച്ച് മീറ്റിംഗ് നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നോക്കാം നമുക്ക്. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. പിന്നെ അതിന് പറയുന്നത്, ഇതിനെ രണ്ടാമത്തെ സ്റ്റേജിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ICA റീഫോർമുലേഷൻ ചെയ്തു. ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അതായത് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു രണ്ട് ശാഖകളാണ്. പ്രിൻസിപ്പിൾസും പഠിക്കണം, അതുപോലെ തന്നെ ICAയെക്കുറിച്ചും പഠിക്കണം. തൽക്കാലം നമ്മൾ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് നമ്മൾ കൃത്യമായി പഠിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ നമ്മൾ നോക്കിക്കേ, ഇപ്പം ICA റീഫോർമുലേറ്റ് ചെയ്തു. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ആരുടെ ആയിരുന്നു? ICA. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജിൽ. അതിന് ശേഷം നമ്മുടെ ഇന്ത്യക്കാരനായ DG കാർവിയെ അപ്പോയിൻറ്റ് ചെയ്തു. ഈ കുറച്ച് പ്രിൻസിപ്പിൾസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒന്നും കൂടി പഠിച്ചിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് മൂന്നാമത് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് കാർവേ കമ്മീഷൻ്റെ. ലാസ്റ്റ് ICA വീണ്ടും പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് നാലാമത്തത് 1995. ഓക്കെ, അപ്പോൾ ഇത്രയും വർഷങ്ങൾ മറക്കണ്ട കേട്ടോ, ഇത്രയും കാര്യങ്ങൾ മറക്കണ്ട. വർഷങ്ങൾ നല്ല കാര്യങ്ങൾ മറക്കണ്ട. എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെയാണ്. രണ്ടാമത് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ICA ആയിരുന്നു. സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് കാർവേ. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICA, പക്ഷേ ഇത് രണ്ടാമത്തെ സ്റ്റേജിലാണ്. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ. മനസ്സിലായോ? അപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ നിലവിലുള്ള ഒന്നിനെ റീഫോർമുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിലവിൽ ഉള്ള ഒരെണ്ണം അതിനെ ആദ്യമായി റീഫോർമുലേറ്റ് ചെയ്തു ICA. മനസ്സിലായോ? അപ്പോഴത്തേക്കും നിലവിലുള്ളത് വേറൊരു രൂപമായി മാറി. വേറെ എന്നല്ല, കുറച്ച് ചേഞ്ച് ഉള്ള വേറൊരു രൂപമായി. അപ്പോൾ അത് സെക്കൻഡ് സ്റ്റേജായി. അങ്ങനെ ആയിരിക്കുന്നതിനെ രണ്ടാമത് റീഫോർമുലേറ്റ് ചെയ്തു. അതാണ് സെക്കൻഡ് റീഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാർവേ തന്ന റിപ്പോർട്ട് പ്രകാരം അതിനുശേഷം 66 അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. അതൊക്കെ നമുക്ക് കൃത്യമായി പഠിക്കാം. അതിനുശേഷം വീണ്ടും നാലാമത് പ്രിൻസിപ്പിൾസ് ICA 1995. അപ്പോൾ ഇതെല്ലാം കൃത്യമായി സെൻറ്റൻസുകൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം.
ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രിൻസിപ്പിൾ എന്ന വാക്ക് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായ പ്രിൻസിപ്പിയം എന്നതിൽ നിന്നാണ്. ലാറ്റിൻ വേർഡ്, ഓക്കെ, ലാറ്റിൻ വേർഡ് നോക്കി. ദ ടേം പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം വിച്ച് മീൻസ് ബേസിസ്. അതായത് നമുക്ക് ഏതൊരു സ്ഥാപനവും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തത്വത്തിൻ്റെ ബേസിലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഏതൊരു ബിസിനസ്സും എന്തൊരു സ്ഥാപനമായിക്കോട്ടെ, ഇപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സഹകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, സഹകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ദെൻ അങ്ങനെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവേണിങ് എ ലോ ഓഫ് കോണ്ടക്ട്, ഒരു നിയമത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ സെറ്റിൽഡ് റൂൾ ഓഫ് ആക്ഷൻ ആയിരിക്കും. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ്. യൂണിവേഴ്സലി, അതായത് നമ്മുടെ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ നിയമങ്ങൾ തന്നെയാണ് ലോകത്തിലും മൊത്തത്തിലും പ്രവർത്തിക്കുന്നത്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ICA പറഞ്ഞിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്? ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ എസെൻഷ്യൽ ആൻഡ് ഇൻഡിസ്പെൻസിബിൾ ടു ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പർപ്പസ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസാണ് ഏതെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇപ്പോൾ സഹകരണ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? സഹകരണ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ബേസിസ് എന്നാണ്. മനസ്സിലായോ? ഓക്കെ ആണേ. അടുത്തത് അക്കോർഡിംഗ് ടു DG കാർവേ ഓർത്ത് വെച്ചേക്കുക. ഈ DG കാർവേ നമ്മൾ കാർവേ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ വേ ഓർത്ത് വെച്ചേക്കുക നിങ്ങൾ കേട്ടോ. DG കാർവേ നോക്കിക്കേ. ഈ DG കാർവേ എന്താണ് പറഞ്ഞത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ വേ ഓഫ്, കണ്ടോ വേ, ഈ വേ ആണ് ഞാൻ ഓർത്ത് വെച്ചേക്കാൻ പറഞ്ഞത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ വേ ഓഫ്, ഒരു വഴിയാണ്. ഓർഗനൈസ് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുകയും കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള വഴിയാണ് എന്തെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ DG കാർവേ എന്താ പറഞ്ഞത്? അതുപോലെ അത്യാവശ്യമായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ടതാണ് ഈ DG കാർവേ പറഞ്ഞത്. CRFA എന്താണ് പറഞ്ഞത്? പിന്നെ അതുപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇപ്പോൾ വാർബേസിൻ്റെ കോപ്പറേറ്റീവ് ഡെമോക്രസി, അതുപോലെ തന്നെ ഈ ഹൊറൈസ് പ്ലങ്കറ്റ് എന്താണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസുകൾ കാണുമ്പം ഇവരുടെ എല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, PSC സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളിൽ നിന്നാണ് ചോദിച്ചു കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരെണ്ണം ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ളത്. അതിനെന്ന് പറഞ്ഞാൽ കാണാതെ പഠിത്തം മാറ്റിയിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം, ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ DG കാർവേ എന്താ പറഞ്ഞേ? വേ ഓർത്ത് വെച്ചേക്കുക. എന്താ പറഞ്ഞത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. ഓക്കെ, ദെൻ അടുത്തത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂളാണ് ദാറ്റ് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫും അതുപോലെ തന്നെ ആക്ടിവിറ്റിയെയും നിർണ്ണയിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ ആരാണ്? ICA ആണ് പറഞ്ഞത്. അപ്പോൾ വേ ഓർത്ത് വെച്ചേക്കുക, DG കാർവേ. വേയെ കണക്ട് ചെയ്യുക, DG കാർവേ. ദെൻ അതുപോലെ തന്നെ ICA പറഞ്ഞ എന്താ? ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ദാറ്റ് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. ആര് പറഞ്ഞു? ICA പറഞ്ഞു. ദെൻ അടുത്ത നോക്കിക്കേ, റോച്ച്ഡെയിൽ പൈനിയർ. നമ്മൾ പറഞ്ഞില്ലേ, തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം വന്നത് ഇംഗ്ലണ്ടിലാണ്. അവിടുത്തെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഏറ്റവും നല്ല കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. 1844 ഡിസംബർ 21 അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇനി അടുത്ത
റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ, അതായത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റോച്ച്ഡെയിൽ ഫോളോവഡ് 8 പ്രിൻസിപ്പിളാണ്. അത് ആര് ഫോളോ ചെയ്തത്? റോച്ച്ഡെയിൽ പൈനിയർ ഫോളോ ചെയ്തത് 8 പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇനി റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആർ അഡോപ്റ്റഡ് ICA 1937 37 ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ആര് അഡോപ്റ്റ് ചെയ്തു? നമ്മുടെ ICA അഡോപ്റ്റ് ചെയ്തു. മനസ്സിലായോ? ICA അഡോപ്റ്റഡ് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ 1937. അപ്പോൾ ഒന്നുകൂടി പറയാം, റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് 1860. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക് വരും. സോ ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. റോച്ച്ഡെയിൽ ഇതിനകത്ത് നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം 2 നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ 2 കൺഫ്യൂസിംഗ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവ ഏതൊരു എക്സാം വരുമ്പോഴും ഓപ്ഷൻസ് 4 നമുക്ക് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. ഓപ്ഷൻസ് 4 കാണുമ്പം 2 ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ 2 എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. ഈ കൺഫ്യൂഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് നമ്മളിത് വായിച്ച് നമ്മുടെ മനസ്സിലാക്കിയേ പറ്റൂ. 1 2 അല്ലെങ്കിൽ ഒരു റാൻഡം റീഡിങ് കൊണ്ട് ഒന്നും ഇത് പറ്റത്തില്ല. കൃത്യമായി ഫോളോ ചെയ്ത് ഒരു റെഗുലർ ഹാബിറ്റായിട്ട് പഠിക്കുന്നവർക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയൊരു ബാലികേറാമലയല്ല, പക്ഷേ എപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നവരാണ് പകുതി വഴിയെത്തും, പഠിത്തം മുടങ്ങും, പിന്നെയും പോവും. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളാണല്ലോ കൂടുതലും, എല്ലാവരും ചെയ്യുന്നുണ്ട് എങ്കിലും കൂടുതൽ കുട്ടികളും പഠിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി വരുന്നു, പഠിത്തം തുടങ്ങുന്നു. പക്ഷേ പലപ്പോഴും അത് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചിലപ്പോൾ ഒന്ന് ഡിസ്കണക്റ്റ് ആയാലും വീണ്ടും നിങ്ങൾ തിരിച്ചു വരണം, പഠിക്കാൻ നോക്കണം. നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് എത്തുന്നവരെയെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. പോട്ടെ, നമുക്കൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനുള്ള സമയമില്ല, നമ്മൾ പറയുകയാണ്. നോക്കിക്കേ, അങ്ങനെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് 1860. ദെൻ അതിനുശേഷം റോച്ച്ഡെയിൽ പ്രിൻസിപ്പിനെ ആര് അഡോപ്റ്റ് ചെയ്തു? നമ്മുടെ ICA അഡോപ്റ്റ് ചെയ്തു. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അഡോപ്റ്റ് ചെയ്തു എന്ന 1937. അതാണ് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ വരുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അത് വന്നൊരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതിനെയാണ് റീഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരെണ്ണത്തിനെ റീഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പം ഫസ്റ്റ് റീഫോർമുലേറ്റഡ് ആയി. ഓക്കെ, അങ്ങനെയാണ് ബാലൻസ് വരുന്നത്. ഉള്ളതിനെ നമ്മൾ വീണ്ടും റീഫോർമുലേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് എന്ന് പറഞ്ഞത്. അത് കൺഫ്യൂഷൻ ആകരുത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. സോ റോച്ച്ഡെയിൽ പൈനിയർ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു ICA 1937. ദെൻ ഇനി അടുത്ത നോക്കേ, അടുത്തത് മൂന്നാമത്തത് സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ICA എങ്ങനെയാണ്? കാർവേ കമ്മിറ്റി റിപ്പോർട്ട് 66 6 പ്രിൻസിപ്പിൾസുമായിട്ട് DG കാർവേയുടെ അഡോപ്റ്റ് ചെയ്തു. ദെൻ വീണ്ടും റിവൈസ്ഡ് പ്രിൻസിപ്പിൾ ബൈ ICA ഇയാൻ മക്പേഴ്സൺ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്തു. എന്നാണ് 1995 95. അങ്ങനെയാണ് നമ്മുടെ 7 പ്രിൻസിപ്പിൾസിലേക്ക് കൊണ്ടുവന്നു. ദെൻ നോക്കിക്കേ, ഇനിയിപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. മൂന്ന് സ്റ്റേജുകൾ, മൊത്തത്തിൽ 4 പറഞ്ഞു. 1860 ഓക്കെയാണ്, 1860 കാര്യം പറഞ്ഞു. ദെൻ അതിനുശേഷം 1937, ദെൻ 1966, ദെൻ 95 ഓക്കെയാണ്. എങ്ങനെയാ? 1860 റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ. ദെൻ അതിനുശേഷം ICA റീഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, എന്നാണ് ആരുടെ? അതിന് 1937 1937 മറന്നു പോകരുത്. 1937 അത് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, 1860 1937. ദെൻ DG കാർവേയുടെ വന്നെന്ന 66 1966. ദെൻ അതിനുശേഷം ഇയാൻ മക്പേഴ്സൻ്റെ റിപ്പോർട്ട് പ്രകാരം റീഫോർമുലേറ്റ് ചെയ്തത് 1995. അപ്പം ഈ 4 വർഷം മറന്നു പോകരുത്. 1860, 1937, 1966, ദെൻ 1995. ഓക്കെ ആണേ, മറന്നു പോകരുതേ. എന്നിട്ട് ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്നത് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ. ദെൻ ഫ്രം 1844 റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ഫോളോവഡ് സർട്ടൺ പ്രിൻസിപ്പിൾ. 1844 മുതൽ അദ്ദേഹം കുറേ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, കോപ്പറേറ്റീവ് ബേസിലെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് റോച്ച്ഡെയിൽ പൈനിയർ ആണെന്ന് പറഞ്ഞു അല്ലേ? ഡിസംബർ 21 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്.
1844 മുതൽ അദ്ദേഹം കുറേ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ. ദെൻ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് അറ്റ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് 1860 ഡിക്ലെയർഡ് ദ ഫോളോയിങ് ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ കോപ്പറേറ്റീവ്സ്. ഇനിയിപ്പം ഈ ഇദ്ദേഹം പറഞ്ഞ, അതായത് റോച്ച്ഡെയിൽ പൈനിയർ പറഞ്ഞ ഏതെല്ലാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. നോക്കിക്കേ, ഓപ്പൺ മെമ്പർഷിപ്പ്. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മെമ്പർ ആവാൻ 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഒരു ക്രൈറ്റീരിയയും വേണ്ട, മെമ്പർ ആവാൻ പറ്റും. പിന്നെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ അദ്ദേഹം എന്താ പറയുക, അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല, 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് എക്സംഷൻ വരുന്നതെന്ന് വെച്ചാൽ ചില ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ, ഇപ്പോൾ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റികളായിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ KSRTCയുടെ അവരുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, ആ എംപ്ലോയീസിന് മാത്രമേ മെമ്പർഷിപ്പ് ആകാൻ പറ്റൂ എന്നുള്ള ചില ക്രൈറ്റീരിയകൾ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കത്തുള്ളൂ. അത്തരം കാര്യങ്ങളിൽ എക്സംഷൻ ഒഴിച്ചു വെച്ചാൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓപ്പൺ മെമ്പർഷിപ്പാണ്. ഓക്കെ, ആർക്കും വേണമെങ്കിലും മെമ്പർ ആവാം. ഓക്കെ, ഡെമോക്രാറ്റിക് കൺട്രോള്, തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണരീതിയാണ് അവിടെ ഉള്ളത്, ഡെമോക്രാറ്റിക് കൺട്രോൾ. ദെൻ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് പാട്രണേജ് പാട്രണേജ് ഡിവിഡൻറ്റ്. ദെൻ അതുപോലെ തന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. ദെൻ ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇത് നമ്മളെ വളരെ ചിരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒരു ന്യൂട്രലാണ് അതിനകത്തൊന്നും അതീതമായിട്ട് അവർ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് അവരെ സ്വാധീനിക്കാൻ പറ്റത്തില്ല, ദെൻ റിലീജിയസ് ആയിട്ട് സ്വാധീനിക്കാൻ പറ്റത്തില്ല അല്ലേ? പക്ഷേ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, സഹകരണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നട്ടെല്ലാരാണ്? ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ തന്നെയാണല്ലോ. ദെൻ ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല എങ്കിലും പറയുകയാണ്. അപ്പം ഇവർ പറയുന്നത്, സഹകരണ പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഞങ്ങളെ രാഷ്ട്രീയക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. സോ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അറിയാം, എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് എഡ്യൂക്കേഷൻ. NCCT, NCCE, പിന്നെ അതുപോലെ തന്നെ ICM വരെയുള്ള ആ ഒരു സ്ട്രക്ചർ കൃത്യമായി പഠിക്കണം. സ്വാമിനാഥൻ കമ്മിറ്റി നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളിലെ പ്രിൻസിപ്പിൾസിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സഹകരണ വിദ്യാഭ്യാസവും പ്രചരണവും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സോ എന്താണ്? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം. ദെൻ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. വിൽക്കുന്നത് ഏറ്റവും നല്ല ഗുഡ്സ് ആയിരിക്കണം, നല്ല ഗുഡ്സ് ആയിരിക്കണം, പ്യുവറായിട്ടുള്ളതും അൺഅഡൾട്ടേർഡ് ആയിട്ടുള്ള ഗുഡ്സും ആയിരിക്കണം വിൽക്കേണ്ടത് എന്ന് ആര് പറഞ്ഞു? റോച്ച്ഡെയിൽ പൈനിയർ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ പറയാം, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ദെൻ പാട്രണേജ് ഡിവിഡൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് റോച്ച്ഡെയിൽ പൈനിയർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 1860 അല്ലേ? അങ്ങനെ പല സ്റ്റേജുകളായിട്ട് വന്ന പ്രിൻസിപ്പിൾസിൻ്റെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ 1860 നമ്മൾ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റിയിലെ പ്രിൻസിപ്പിൾസ്, റോച്ച്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ് നമ്മൾ വേണ്ട കേട്ടോ, ഇനി പറയുന്നത് പോലെ എടുത്താൽ മതി. ഓക്കെ, അതെല്ലാം വായിച്ചു. ഓക്കെ, അങ്ങനെ 1937 പാരീസിൽ വെച്ചിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് IC അഡോപ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റഡ് ബൈ ICA 1937 പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ പാരീസിൽ വെച്ചിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് വരുന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 8 എണ്ണം ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്, അതാണ് നമുക്ക് എക്സ്ട്രാ വന്നൊരെണ്ണം അല്ലേ. അതിന് ശേഷം 1937 1937 പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത് ഓർത്ത് വെച്ചേക്കാം, 37 നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെയാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. എവിടെയാണെന്ന് ചോദിക്കാനൊരു സാധ്യതയുണ്ട്.
സോ 1937 പാരീസിലല്ലയോ? ഓക്കെ, പാരീസ്. ഈ പി എ ഇതിനെയും കൂടി ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. സോ ഇത് തിരിച്ചിടുമ്പോൾ പി എ, ഇങ്ങനെ വരുമ്പോൾ പി. എങ്ങനെയൊക്കെ ഓർത്ത് വെച്ചേക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, ഇതെന്തായാലും 1937 ഇവർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് അഡോപ്റ്റ് ചെയ്തു. പക്ഷേ ഈ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുൻപൊരു കഥയുണ്ട്. എന്താണ്? 34 ICA ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റഡി അബൌട്ട് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് ലണ്ടനിൽ വെച്ച് നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്. അപ്പോൾ ലണ്ടനിൽ വെച്ച് നടന്ന എന്നാണ്? 34 1934 ലണ്ടനിൽ വെച്ചിട്ട് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുകയുണ്ടായി. അവിടെ വെച്ചിട്ടാണ് പറയുന്നത്, ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ട് വരാൻ. അവർ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഇവരുടെ റിപ്പോർട്ട് പ്രകാരമുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്തത്, അഡോപ്റ്റ് ചെയ്തത് 1937 ഏത് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ്? പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ്. 1860 34 കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു ലണ്ടനിൽ വെച്ചിട്ട്. 37 ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു. ദെൻ അതങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതിന് പറയുന്ന ലണ്ടനിൽ വെച്ചിട്ട് അവർ അക്സെപ്റ്റ് കൊടുത്തു, പാരീസിൽ വെച്ചത് സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയി. ദെൻ അതിനുശേഷം ദ നെയിം ഓഫ് ദ കമ്മിറ്റി, കമ്മിറ്റിയുടെ പേരെന്താണെന്ന് അറിയാമോ? ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രസൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്നായിരുന്നു ഈ കമ്മിറ്റിയുടെ പേര്. പ്രീവിയസ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ദ പ്രസൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എന്നായിരുന്നു ഈ കമ്മിറ്റിയുടെ പേര്. ഓക്കെ, ദെൻ അതിന് ശേഷം 37 ICA റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു. 8 പ്രിൻസിപ്പിൾസ് ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിട്ട് 8 എണ്ണത്തിനെ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ ആണേ. 1860 1934 1937 അങ്ങനെ 37 വരെ വന്ന് നിൽക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇനി അടുത്ത കഥ തുടരുന്നു. ഇത് നോക്കിക്കേ, റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ 37 അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? അതിനെ നമ്മൾ 1 മുതൽ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചു. എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അത്ര എസെൻഷ്യൽ അല്ലാത്തതുമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് രണ്ടായിട്ട് തിരിച്ചു. ഇത് നോക്കിക്കേ, ഓപ്പൺ മെമ്പർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വേജ് ഏണർ മാത്രമാണ്, ഒരിക്കലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ഒരു പ്രോഫിറ്റ് മേക്കിംഗ് അല്ല എന്ന് പറഞ്ഞു. പാട്രണേജ് ഡിവിഡൻഡ്, ദെൻ അത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിളിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ 8 എണ്ണം, 4 എണ്ണം എസെൻഷ്യൽ എന്നും 4 എണ്ണം നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ദെൻ മൂന്നാമത്തത് എന്തായിരുന്നു? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പേയ്മെൻറ്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്. ദെൻ 5 മുതൽ 8 വരെയുള്ള നോൺ എസെൻഷ്യലിനെ അഥവാ സെക്കൻഡറി പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ. 8 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു 1937 1937 എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചു. ഇത്രയും കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് കാർവേയുടെ പ്രിൻസിപ്പിള്. ഇനി നമ്മുടെ ഇന്ത്യക്കാരനായ DG കാർവേ അവതരിക്കുകയാണ്. അപ്പോഴെന്നാ ഒന്ന് ആലോചിച്ച് നോക്കണം. 1860 ദെൻ പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം ഇവരൊന്നും ചെയ്തില്ല. 34 ഇവർ ഒന്നും കൂടി ചേഞ്ചസ് വരുത്തണമെന്ന് വിചാരിക്കുന്നു. 37 പിന്നെ ചെയ്തു. 37 കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് 37 നമ്മൾ 8 എണ്ണം അക്സെപ്റ്റ് ചെയ്യുന്നു, 8 പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുന്നു. എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചു. ഈ 37 കഴിഞ്ഞ് കുറേ നാളത്തെ കണക്കൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം അവർ വീണ്ടും ഇറങ്ങി എഴുന്നേറ്റ്. എന്നാൽ 1963 1963 അവർ വീണ്ടും വിചാരിക്കുകയാണ് ഇനിയൊന്ന് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒന്നും കൂടി റീഫോമുലേറ്റ് ചെയ്താൽ കൊള്ളാം. കാര്യം വർഷങ്ങൾ കഴിയുമ്പോഴും, അതായത് നമ്മൾ 10 അല്ലെങ്കിൽ ഒരു 50 വർഷത്തിന് മുൻപ് നമ്മൾ ചിന്തിച്ച ചിന്താഗതിയോ ഒന്നും ആയിരിക്കത്തില്ല ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതി ആയിരിക്കത്തില്ല അന്നത്തെ മനുഷ്യർക്ക്, അല്ലേ? ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. വർഷങ്ങൾ കഴിയുന്തോറും എല്ലാ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ 63 ആയപ്പോഴേക്കും അവർക്ക് ചിന്ത വന്ന് ഇനി കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെ ബേൺമൗത്തിൽ വെച്ചിട്ട്
നോക്കട്ടെ, നോട്ടുണ്ടോ നോക്കട്ടെ. അപ്പം 1963 ബേൺമൗത്തിൽ വെച്ചിട്ട് കോഓപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ ICAയുടെ മീറ്റിംഗ് നടന്ന സമയത്ത് പറഞ്ഞു കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്താൽ കൊള്ളാം, ഇനി ഒന്നും കൂടി ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ 64 1964 ഈ പക്ഷേ ഈ 63 പിന്നെ ഇങ്ങനൊരു റീഫോർമുലേഷൻ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എവിടെ വെച്ചിട്ട്? അത് ബേൺമൗത്തിൽ വെച്ചിട്ടാണ്. ഈ BAയും ഈ 3നെയും കൂടെ ഓർമ്മിച്ച് വെച്ച് പഠിച്ചാൽ മതി. 3നെ ഇങ്ങനെ എഴുതിയ B ആവും. ഓക്കെ, അപ്പോൾ ബേൺമൗത്തിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് DG കാർവേയെ അപ്പോയിൻറ്റ് ചെയ്യാം, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ത്യക്കാരനാണ് DG കാർവേ. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് നടക്കുന്നു 63. ദെൻ 64 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DG കാർവേയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. നോക്കിക്കേ, 22ാമത്തെ കോഓപ്പറേറ്റീവ് കോൺഗ്രസ് ആണ് ഇത് നടക്കുന്നത്. 22ാമത്തെ കോഓപ്പറേറ്റീവ് കോൺഗ്രസ് 63 ബേൺമൗത്തിൽ വെച്ച് നടന്നു. അവിടെ തീരുമാനിക്കുകയുണ്ടായി ഒരു കമ്മിറ്റിയെ നമുക്ക് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചു. ദെൻ അവിടെ നിന്നും അങ്ങനെ ഡിസംബർ 64 നമ്മുടെ DG കാർവേയെ അപ്പോയിൻറ്റ് ചെയ്തു. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് DG കാർവേ, പ്രൊഫസർ DG കാർവേ, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ പ്രൊഫസർ ബോണർ ഇംഗ്ലണ്ടുകാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിവരെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, കണ്ടാൽ ഒന്ന് ഓർത്തേക്കുക. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് കാണാതെ പഠിക്കണം എന്നില്ല, ഇതുവരെയൊക്കെ കണ്ടാലൊന്ന് ഓർത്താൽ മതി. നോക്കിക്കേ, പ്രൊഫസർ ബോണർ ഇംഗ്ലണ്ടിലാണ്, കിസ്റ്റോനവ് റഷ്യ, ഹാൻസ്ലർ ജർമ്മനി, ദെൻ കൗഡൻ USA, 5 നേഷൻസും മെമ്പേഴ്സായിരുന്നു. ഈ ഇവിടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ആരൊക്കെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ടിൽ നിന്നും റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും USA നിന്നും ഉള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ DG കാർവേ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 64 അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഡൗട്ടൊന്നും ഇല്ലേ? ദെൻ അടുത്തത് നോക്കിക്കേ, ദ കമ്മിറ്റി സബ്മിറ്റ് റിപ്പോർട്ട്. അതായത് DG കാർവേയുടെ കമ്മിറ്റിയിൽ 5 അംഗ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള 5 അംഗ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ മെമ്പേഴ്സിനെ ഒന്നും കൂടി വേണമെങ്കിൽ ഓർത്ത് വെച്ചോ, ഒന്ന് കണ്ടോ. ബോർണർ, കിസ്റ്റോനവ് എന്ന് പറഞ്ഞാൽ റഷ്യക്കാരനാണ്, ദെൻ ഹാൻസ്ലർ, ദെൻ കോഡൻ. 5 നേഷൻസിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെ നേഷൻസിലെ മെമ്പേഴ്സ്? ഇംഗ്ലണ്ട്, റഷ്യ, ജർമ്മനി, USA. ഓക്കെ, ഇത്രയും മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നതിന് ശേഷം ഈ കമ്മിറ്റി എന്ത് ചെയ്തു? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദ കമ്മിറ്റി സബ്മിറ്റ് റിപ്പോർട്ട് 1966 വിയന്ന കോഓപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ പല കോഓപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെയും വർഷം, അതുപോലെ തന്നെ സ്ഥലം എവിടെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. സ്ഥലം ഓർത്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. അപ്പോൾ 64 കോഓപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ എവിടെ വെച്ചിട്ടായിരുന്നു? 66 വിയന്ന. നമ്മൾ 6 എഴുതുന്നത് എങ്ങനെയാണ്? 6 നമ്മൾ നോർമലി 6 ഇങ്ങനെ എഴുതും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതില്ലേ? 6നെ ഇങ്ങനെ 6 എഴുതത്തില്ലയോ? സോ വിയന്ന, VI കണ്ട, 6 5 6 വിയന്ന ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സോ കമ്മിറ്റി സബ്മിറ്റ് റിപ്പോർട്ടിന് 1966 അറ്റ് വിയന്ന കോഓപ്പറേറ്റീവ് കോൺഗ്രസ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, സ്വമേധയാ മെമ്പർ ആകാനായിട്ട് പറ്റും. ഓപ്പൺ ആണ്, അതുപോലെ തന്നെ വോളണ്ടറിയാണ്. സ്വമേധയാ നമ്മൾ ആരെയും പോയിട്ട് നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വമേധയാ മെമ്പർഷിപ്പ് കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ജനാധിപത്യ ഭരണ സംവിധാനമാണുള്ളത്. ദെൻ ഈ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് വളരെ ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് വന്നാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദെൻ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ടു മെമ്പേഴ്സ്, ഓഫീസ് ബിയറേഴ്സ്, പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ്. അതായത് സഹകരണ വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കണം. മെമ്പേഴ്സിന് കൊടുക്കണം, അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കണം, എല്ലാവർക്കും. എന്തൊക്കെയാണ്? ഓഫീസിലുള്ളവർക്ക് കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മെമ്പേഴ്സിനും സഹകരണ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് കൊടുക്കണം. എന്താണ് ഈ സഹകരണ പ്രസ്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ. മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സഹകരണ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പർമാരുടെ, അഡ്മിഷൻ എടുത്ത മെമ്പർമാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓർത്ത് വെച്ചേക്കണം. മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? സഹകരണ പ്രസ്ഥാനങ്ങൾ വന്നിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണല്ലോ മെമ്പേഴ്സ്. ദെൻ ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
സഹകരണ വിദ്യാഭ്യാസം മെമ്പേഴ്സിന് കൊടുക്കണം, ഓഫീസ് ബിയറേഴ്സിന് കൊടുക്കണം, അതുപോലെ തന്നെ വരാനിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സിനും കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നതാണ്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ ആണേ? ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ എവിടെ മുതലാണ് പറഞ്ഞ് ഒന്ന് നോക്കിക്കേ. 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് IC അഡോപ്റ്റ് ചെയ്യുന്നു. വർഷങ്ങളോളം അതുതന്നെയായിരുന്നു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതിനുശേഷം 1934 ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു. കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ട് എന്താണ് നോക്കിക്കേ, റോച്ച്ഡെയിലിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗിന് 1860 ഡിക്ലെയർ ചെയ്തു. താഴെ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം അവരെടുത്തു, അക്സെപ്റ്റ് ചെയ്തു. ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ദെൻ പാട്രണേജ് ഡിവിഡൻഡ്, പിന്നെ എന്താണ്? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഇത്രയും കാര്യങ്ങളുമായിട്ട് 8 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1860 അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം 1934 മീറ്റിങ്ങിൽ എവിടെയായിരുന്നു? 1934 ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ലണ്ടനിൽ വെച്ചിട്ട് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ഒന്ന് റീഫോമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ കമ്മിറ്റിയുടെ പേരെന്തായിരുന്നു? ദ നെയിം ഓഫ് ദ കമ്മിറ്റി ദ പ്രസൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. അതിനുശേഷം 1937 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1860, 1934, 1937, 1860, 1934, 1937 അത്രയും കഥകൾ അവിടെ നിന്നു. അതിനുശേഷം നമ്മുടെ DG കാർവേയെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിച്ചത് ബേൺമൗത്തിൽ വെച്ച് നടന്ന 1963 കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലായിരുന്നു. അങ്ങനെ 1964 DG കാർവേയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 64 64 ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ എല്ലാം കഴിഞ്ഞിട്ട് 1960 ഇതിന് പിന്നെ നമ്മൾ പറഞ്ഞ കോപ്പറേറ്റീവ് എന്തായിരുന്നു? ഈ 37 വരുന്ന സമയത്ത് രണ്ടായിട്ട് തിരിച്ചു. 8 പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തിരിച്ചു, എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും, അല്ലേ? അതിനുശേഷം നമ്മുടെ കഥ മാറി. നമ്മുടെ DG കാർവെ അപ്പോയിൻറ്റ് ചെയ്തു. അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചത് ബേൺമൗത്തിൽ നടന്ന 1963 കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ്. അങ്ങനെ 64 ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആരെയാണ്? നമ്മുടെ DG കാർവെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ 5 രാഷ്ട്രങ്ങളിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം അദ്ദേഹം വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നതിന് ശേഷം കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസ് ആണ് ഏതൊക്കെ? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ടു മെമ്പേഴ്സ്, പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഓഫീസ് ബിയറേഴ്സ്. ദെൻ അതുപോലെ തന്നെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വന്നു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. 1966 അപ്പോൾ 66 വരെ നമ്മൾ വന്ന് നിൽക്കുവാണേ. ദെൻ അതിനുശേഷം കാർവേ കമ്മീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കാർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എല്ലാവർക്കും ഇഷ്ടമാണ്. PSCയുടെ ഇഷ്ട ചോദ്യമാണ് ഈ കാർവേ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ നോക്കിക്കേ, കാർവേ കമ്മീഷൻ പറയുകയാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാർവേ. ഇറ്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ആരുടെയാണ്? കാർവേ പ്രിൻസിപ്പിളിന് പറയുന്നതാണ് കേട്ടോ. ദെൻ അതുപോലെ തന്നെ ദ കമ്മിറ്റി ഗീവ് ഇമ്പോർട്ടൻസ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കമ്മിറ്റി ആണെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തു, സഹകരണ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത കമ്മിറ്റിയാണ് ഇത് DG കാർവേ. അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, അതാണ് സഹകരണ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹകരണ വിദ്യാഭ്യാസവും പ്രചരണവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് NCCT, NCUI ഇതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ വഴിക്ക് പറഞ്ഞതാണ്. അപ്പം സഹകരണ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വേണമെന്ന് പറഞ്ഞ ആളാരാണ്? DG കാർവേ പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൂടി പറഞ്ഞു ദ കമ്മിറ്റി ഗീവ് ഇമ്പോർട്ടൻസ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ബൈ റീപ്ലേസിംഗ് പ്രിൻസിപ്പിൾ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനെ മാറ്റിയിട്ട്
എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുകയല്ല വേണ്ടത്, എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ദെൻ ദ കമ്മിറ്റി ഗിവ് ഇമ്പോർട്ടൻസ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ബൈ റീപ്ലേസിങ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അടുത്ത നോക്കിക്കേ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോപ്പറേഷൻ. ഇതൊരു ടേം മാത്രമാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ കോപ്പറേഷനും വെർട്ടിക്കൽ കോപ്പറേഷനും. വെർട്ടിക്കൽ ദ cooperation between different type of societies, cooperation between different type of societies in the same stage, ഒരേ സ്റ്റേജിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ, ഒരേ സ്റ്റേജിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ. ഓക്കെ, ഒരേ സ്റ്റേജിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റികളെ നമ്മൾ പറയുന്നതാണ്. നോക്കിക്കേ, കോപ്പറേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ സെയിം സ്റ്റേജ്, ഒരേ സ്റ്റേജിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ, ക്രെഡിറ്റ് സൊസൈറ്റീസ്, പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അങ്ങനെയുള്ളതിനെ പറയുന്നതാണ്. എന്താണ് അവരുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും, പക്ഷെ സെയിം സ്റ്റേജിലായിരിക്കും. ദെൻ നോക്കിക്കുക, അതിന് പറയുന്ന പേരാണ് പാരലൽ കോപ്പറേഷൻ. എന്താണ് പാരലൽ ഓർത്ത് വെച്ചേക്കാം. ദെൻ കോപ്പറേഷൻ ബിറ്റ്വീൻ ദ സെയിം ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള സെയിം ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റികളുടെ തന്നെ അപ്പെക്സ് ലെവലുണ്ട്, അങ്ങനെ പലത് വരുമല്ലോ. സോ അങ്ങനെ പറയുന്ന പേരാണ് ഏത്? വെർട്ടിക്കൽ കോപ്പറേഷൻ. വെർട്ടിക്കൽ, അപ്പോൾ ഹൊറിസോണ്ടൽ അല്ല, അപ്പോൾ പാരലലും വെർട്ടിക്കലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ വെർട്ടിക്കൽ കോപ്പറേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കോപ്പറേഷൻസ് ആർ റെക്കമെൻഡഡ് ബൈ കാർവേ കമ്മിറ്റി. ഈ വെർട്ടിക്കൽ കോപ്പറേഷനും ഹൊറിസോണ്ടൽ കോപ്പറേഷനും റെക്കമെൻഡ് ചെയ്തത് ആരാണ്? നമ്മുടെ DG കാർവേ ആണ് കേട്ടോ. ദെൻ അതുപോലെ തന്നെ ദ കമ്മിറ്റി ഗിവ് ഇമ്പോർട്ടൻസ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. നമുക്കറിയാവുന്ന തൊട്ട് മുമ്പ് പറഞ്ഞാണ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാർവേ കമ്മിറ്റി കൊടുത്തത്. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പുതുതായിട്ടൊരെണ്ണം കണ്ടുപിടിച്ചു, അതിനെക്കുറിച്ച് ആൾക്കാർക്ക് എന്ത് വേണം? അവയർനെസ് ഉണ്ടാകണം. അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? എന്നിട്ട് അതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം, പ്രചരണം നടത്തണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ജോയിൻ ചെയ്ത് ഇതിന് നമ്മളായാലും അങ്ങനെയല്ലേ, നമുക്കൊന്നിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സഹകരണ പ്രസ്ഥാനങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും പ്രചരണവും കൃത്യമായി നടത്തണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? DG കാർവേ. ഒക്കെയാണ് ഇത്രയും കാര്യങ്ങൾ. ഇതിനടുത്തത് റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA. അങ്ങനെ 66 ഇതെല്ലാം എടുത്തു, വളരെ സന്തോഷകരമായിട്ട് പിരിഞ്ഞു. വീണ്ടും അടുത്തൊരു സംഭവം നടക്കുകയാണ്. എന്താണ്? റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവൈസ് ചെയ്തു. നോക്കേ, മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട് ICA ജനറൽ അസംബ്ലി ടോക്കിയോ 1992 92. അപ്പം 66 വരെ ഇതെല്ലാം, 66 ഇതെല്ലാം കഴിഞ്ഞ് 91 വരെ ഇവരാരും മിണ്ടാതിരുന്നു. ഇനി എല്ലാം ഓക്കെ ആയി, നമ്മുടെ ഇത് മതി, ഇനി മതി, ഇത്രയും നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ICA കോപ്പറേറ്റീവ് കോൺഗ്രസ് ടോക്കിയോയിൽ വെച്ചിട്ട് 1992 ഈ 2ഉം ടോക്കിയോയും കൂടെ ഓർത്ത് വെച്ചേക്കാം. 2ഉം ടോക്കിയോയും. ഓക്കെ, അപ്പം 1992 അപ്പോയിൻ്റ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഇയാൻ മക്പേഴ്സൺ കാനഡക്കാരനായ ഇയാൻ മക്പേഴ്സണെ അപ്പോയിൻ്റ് ചെയ്തു. മനസ്സിലായോ? എന്നാ 1992 എവിടെ വെച്ചിട്ടാണ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത്? ടോക്കിയോയിൽ വെച്ചിട്ടാണ്. 2ഉം ടോക്കിയോയും. 1992 ഇയാൻ മക്പേഴ്സണെ അപ്പോയിൻ്റ് ചെയ്യുന്നു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഒന്നും കൂടി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ദെൻ എന്നിട്ട് ഇയാൻ മക്പേഴ്സൺ ദ കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട് 1994 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആൻഡ് പ്രസൻറ്റഡ് ഇറ്റ് ജനറൽ അസംബ്ലി അറ്റ് ന്യൂ സെഞ്ച്വറി അറ്റ് ഹാളൻഡ് മാഞ്ചസ്റ്റർ 23 സെപ്റ്റംബർ 1995. എന്നിട്ട് ലാസ്റ്റ് 1995 മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസ് ചോദിച്ചിട്ടുള്ളതാണ്. 1995 കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെയായിരുന്നു? മാഞ്ചസ്റ്ററിൽ വെച്ചായിരുന്നു 1995 കോപ്പറേറ്റീവ് കോൺഗ്രസ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 1992 ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ നിന്ന് വെച്ചിട്ട് ഇയാൻ മക്പേഴ്സണെ, കാനഡക്കാരനായ ഇയാൻ മക്പേഴ്സണെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, 94 അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, 1994 ഇദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്നാണിത് ഈ പ്രിൻസിപ്പിൾസ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നത്? 1995 സെപ്റ്റംബർ 23 എവിടെ വെച്ചിട്ടാണ്? മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ്. ന്യൂ സെഞ്ച്വറി ഹാളിൽ മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ICA അഡോപ്റ്റ് ചെയ്യുന്നത്. ഓർമ്മയുണ്ട് ഇത്രയും കാര്യങ്ങൾ? 1860,
1934 37 പാരീസ്, ദെൻ 63 ബേൺമൗത്തിൽ വെച്ച് നടന്നു. ബേൺമൗത്തിൽ വെച്ച് മീറ്റിംഗ് നടക്കുന്നു. 64 DG കാർവെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 66 DG കാർവെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അല്ലേ, മറന്നു പോകല്ലേ ഇതൊന്നും. 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ അതെല്ലാം നമ്മൾ സ്വീകരിച്ച് ആ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 1992 ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഇയാൻ മക്പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1994 അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. 1995 സെപ്റ്റംബർ 23 മാഞ്ചസ്റ്റർ കോൺഗ്രസ്സിൽ വെച്ചിട്ട് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് ഇയാൻ മക്പേഴ്സൻ്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റേജസ് മറക്കാതെ ഓർത്ത് വെച്ചേക്കുക, വർഷങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പിന്നെ കൃത്യമായിട്ട് പഠിക്കുക. അന്നത്തൊക്കെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ്. കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത് നോക്കേ. ഇനി ഇറ്റ് വാസ് 31st ICA കോൺഗ്രസ്, അതർവൈസ് നോൺ ആസ് സെറ്റിനറി കോൺഗ്രസ്. ഇതെന്നായിരുന്നു? 1895 1895 ഓഗസ്റ്റ് 19 ഈ ICA വന്നത് കേട്ടോ. ICA വന്നത്. ഓക്കെ, ICAയുടെ സെറ്റിനറി കോൺഗ്രസ് ആയിരുന്നു. അതായത് 100ാമത്തെ വാർഷികമായിരുന്നു. എത്രാമത്തെ? 31ാമത്തെയാണ്. അതർവൈസ് നോൺ ആസ് എന്താണ്? സെറ്റിനറി കോൺഗ്രസ്. ഈസ് 7 ബുക്ക് എ കോപ്പറേറ്റീവ് സ്പെഷ്യലിസ്റ്റ് ഫ്രം സ്വീഡൻ കണ്ടക്ട് റിസർച്ച് അബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂ. ഇതും PVQ ആണ്. 7 ബുക്ക്. എന്താണ് 7 ബുക്ക് എന്ന് പറഞ്ഞാൽ? സ്വീഡനിലെ കോപ്പറേറ്റീവ് സ്പെഷ്യലിസ്റ്റ് കണ്ടക്ട് ചെയ്തതാണ് എന്ത്? റിസർച്ച് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെയും വാല്യൂസിനെയും കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ 7 ബുക്ക്. ഓർത്ത് വെച്ചേന്നാൽ മതി കേട്ടോ. ദെൻ ഇനി അടുത്ത നോക്കിക്കേ. 1995 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ 1995 ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. നമുക്കറിയാം എല്ലാ മെമ്പേഴ്സിനും ഓപ്പണായിട്ടും വോളണ്ടറി ആയിട്ട് സ്വമേധയാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ പീപ്പിൾ ബിക്കം ഡെമോക്രാറ്റിക് കൺട്രോൾ. അതായത് ജനാധിപത്യ ഭരണ സംവിധാനമാണുള്ളത്. ഇലക്ഷൻ നടത്തിയാണ് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് പറഞ്ഞത് ജനറൽ ബോഡി ഈസ് ദ സുപ്രീം അതോറിറ്റി. ദ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ജനറൽ ബോഡിയാണ്. അതായത് പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സും A ക്ലാസ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഈ ജനറൽ ബോഡിയിൽ നിന്നാണ് നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്തിട്ട് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്, മാനേജിങ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ജനറൽ ബോഡിയാണ് ഫൈനൽ അതോറിറ്റി, തീരുമാനങ്ങൾ എടുക്കുന്ന ഫൈനൽ അതോറിറ്റി. കാര്യം ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തിട്ടാണല്ലോ ഭരണസമിതിയിലോട്ട് വിടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ജനറൽ ബോഡി ഈസ് ദ ഫൈനൽ അതോറിറ്റി. അപ്പോൾ ജനാധിപത്യ സംവിധാനമാണ് എവിടെയുള്ളത്? സഹകരണ സ്ഥാനങ്ങളിലുള്ളത്. ദെൻ അതാണ് പറഞ്ഞത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോള്. ദെൻ അടുത്തത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. എക്കണോമിക്കലി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഒരുപാട് കാശൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടച്ചിട്ട് എന്ത് ചെയ്യണം? മെമ്പർ ആകണം. ഓക്കെ, മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫീസ് നമ്മൾ അടയ്ക്കണം. ആ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല കേട്ടോ. ദെൻ മെമ്പർ ഷുഡ് ഹാവ് കോൺട്രിബ്യൂട്ട് ഷെയർ ക്യാപിറ്റൽ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ദേ ഗെറ്റ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ ഷെയർ എടുക്കണം. അതായത് നമ്മൾ ആദ്യം A ക്ലാസ് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ 25 റുപ്പീസ് കൊടുത്തൊരു A ക്ലാസ് മെമ്പർ ആവണം. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എടുക്കണം. ഷെയർ ക്യാപിറ്റൽ എടുത്താൽ എന്താണുള്ളത്? ഷെയർ ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഈ ഷെയർ ക്യാപിറ്റലിന് ആനുപാതികമായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് ഡിവിഡൻറ്റ് കിട്ടും. ലാഭത്തിൻ്റെ ഒരു ശതമാനം നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അങ്ങനെ അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കണം? എക്കണോമിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും കൂടി വേണം. ഒരു മെമ്പർ ആ ഒരു സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇനത്തിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം. നമുക്ക് ഡിവിഡൻറ്റിൻ്റെ ഇനത്തിൽ നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടും. സോ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇതിന് അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് ഗെറ്റ് ഡിവിഡൻറ്റ് കിട്ടും. ദി ക്യാപിറ്റൽ ഈസ് എ സർവൻറ്റ് നോട്ട് ദി മാസ്റ്റർ ഓഫ് എൻ്റർപ്രൈസസ്. ഒരിക്കലും ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിക്കലും മാസ്റ്റർ അല്ല. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സെർവൻ്റാണ് എന്നൊരു ടേമാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ഉദ്ദേശം തന്നെ എന്താണ്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പൈസ സേവ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് വന്നതാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിന് അവിടെ നിൽക്കട്ടെ. സോ അതുപോലെ തന്നെ മിനിമം ഇൻ്റർഫിയറൻസ് ബൈ ഗവൺമെൻറ്റിൻ്റെ വലിയ ഇൻ്റർഫിയറൻസ് സഹകരണ പ്രസ്ഥാനങ്ങളിൽ വേണ്ട എന്നാണ് പറയുന്നത്.
ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഗവൺമെൻറ് ഒരു കൺട്രോൾ വേണ്ട, പക്ഷേ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ഓഡിറ്റും കാര്യങ്ങളും ഒക്കെ സർക്കാർ തലത്തിലാണ് നടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരണ്ട എന്നാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ പറയുന്നത്. സോ അതാണ് പറഞ്ഞത് മിനിമം ഇൻ്റർഫിയറൻസ് ബൈ ഗവൺമെൻറ്. ദെൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കൃത്യമായി സഹകരണ വിദ്യാഭ്യാസവും പ്രചരണവും നടത്തണം. അതായത് എന്താണ്, കോപ്പറേറ്റീവ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ടു ദെയർ മെമ്പേഴ്സ്. ദെൻ അതുപോലെ തന്നെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, സോ ദാറ്റ് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ഇഫക്റ്റീവ്ലി ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. കൃത്യമായി വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്. The cooperatives most effectively and strengthen the cooperative movement by working together through local, national, regional and international structure. അതായത് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോയിട്ടുണ്ട്. അതല്ലേ ഒമിഫ്കോ, ഒമാനിൽ വരെ ഇഫ്കോ അറിയാലോ, 1967 വന്ന സഹകരണ സ്ഥാപനമാണ്. വളങ്ങളുടെ നിർമ്മാണവുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന സഹകരണ സ്ഥാപനമാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോയിട്ടുള്ള സ്ഥാപനമാണ്. ഇത് നാഷണൽ ലെവലിൽ നാഫഡ്, മാർക്കറ്റിങ്ങിൻ്റെ നാഷണൽ ലെവൽ സ്ഥാപനമാണ് നാഫഡ്. ഇതെല്ലാം തന്നെ എന്താണ്, നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോലും നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മനസ്സിലായോ? സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, കോപ്പറേറ്റീവ്സ് മോസ്റ്റ് ഇഫക്റ്റീവ്ലി ആൻഡ് സ്ട്രെങ്തൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബൈ വർക്കിംഗ് ടുഗദർ. ഒരുമിച്ച് നമ്മൾ ചെയ്യണം. ടുഗദർ ത്രൂ ലോക്കലായിട്ടായാലും നാഷണൽ ലെവലിലായാലും റീജിയണൽ ലെവലിലായാലും ഇൻ്റർനാഷണൽ ലെവലിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, സഹകരണ പ്രസ്ഥാനങ്ങൾ വന്നിരിക്കുന്നത് മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുവഴി സമൂഹത്തിൻ്റെ ഉന്നമനം, കമ്മ്യൂണിറ്റിയുടെ ഉന്നമനമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സസ്റ്റൈനബിലിറ്റി, സോഷ്യലി ആൻഡ് കൾച്ചറലി. ദ ഫസ്റ്റ് 3 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എസെൻഷ്യലും, അതുപോലെ എസെൻഷ്യലാണ് ഫോർ ഇറ്റ്സ് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് ആൻഡ് ലാസ്റ്റ് 4 ആർ എസെൻഷ്യൽ ഫോർ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. രണ്ടിലും, ഇൻറ്റേർണലിലും എക്സ്റ്റേണലിലും ഇമ്പോർട്ടൻ്റ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്തത് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഇൻക്ലൂഡഡ് ഇൻ ആൾ ഓഫ് ദീസ് 4 സ്റ്റേജസ്. ഈ 4 സ്റ്റേജിലും വന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കൺക്ലൂഡ് ചെയ്ത് നമ്മൾ പറയുകയാണ്. എന്തൊക്കെയാണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഈസ് ദ ലേറ്റസ്റ്റ് അഡിഷൻ. ഇതിനകത്ത് ഇവരെല്ലാവരും പറഞ്ഞു വിത്തൗട്ട് എനി ചേഞ്ച്. അവർ പറഞ്ഞു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇത് എടുത്ത് ചോദിക്കും. ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഇൻക്ലൂഡ് ഇൻ ആൾ ദി 4 സ്റ്റേജസ്. എല്ലാ സ്റ്റേജിലും വന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതായിരുന്നു? വിത്തൗട്ട് ചേഞ്ച്, ഒരു മാറ്റവും ഇല്ലാതെ വന്നത് ഏതായിരുന്നു? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, സഹകരണ വിദ്യാഭ്യാസമാണ് എല്ലാത്തിലും വന്നത്. ഏതൊക്കെ സ്റ്റേജുകളിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് റീഫോർമുലേഷൻ നടന്നോ അപ്പോഴെല്ലാപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഇത്, സഹകരണ വിദ്യാഭ്യാസം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ദെൻ അതുപോലെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഈസ് ദ ലേറ്റസ്റ്റ് അഡിഷൻ ടു ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് ലാസ്റ്റ് കൊണ്ട് അഡിഷൻ ചെയ്തത്. അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പലതവണ. ഏത് പ്രിൻസിപ്പിളാണ് ലാസ്റ്റ് അഡീഷൻ ആഡ് ചെയ്തതെന്നുള്ളത്? ഏതാണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ദെൻ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് വാല്യൂസ്, 10 കോപ്പറേറ്റീവ് വാല്യൂസ് ആണുള്ളത്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ദെൻ ഡെമോക്രസി, ഇക്വാളിറ്റി, ഇക്വിറ്റി, സോളിഡാറിറ്റി. ഇതെല്ലാം തന്നെ എന്താണ്? കോപ്പറേറ്റീവ് വാല്യൂസ് ആണ്. 10 എണ്ണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് വായിച്ചിരിച്ചിരുന്നാൽ മതി. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാളിറ്റി, ഇക്വിറ്റി, സോളിഡാറിറ്റി, ദെൻ ഓണസ്റ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിങ് ഓഫ് അതേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും, ഏത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാലും കൃത്യമായി എഴുതാനായിട്ട് പറ്റും. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്നും കൂടി പറയേണ്ട കാര്യമില്ലല്ലോ. 1860 ആദ്യമായിട്ട് റോച്ച്ഡെയിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം വരുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നത്. ദെൻ അവിടുത്തെ ഏറ്റവും നല്ല കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളുടെ
തത്വങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി ആയിരുന്നു റോച്ച്ഡേൽ പയനിയർ സൊസൈറ്റി. ദെൻ അദ്ദേഹത്തിൻ്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1860 1860 അഡോപ്റ്റ് ചെയ്തു. ദെൻ അതിനുശേഷം 1934 ലണ്ടൻ കോപ്പറേറ്റീവ് കോൺഗ്രസ്, ദെൻ 1937 പാരീസ് അല്ലയോ പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം 1963 ബേൺമൗത്തിൽ വെച്ചിട്ട് 1963 ബേൺമൗത്തിൽ വെച്ചിട്ട് മീറ്റിംഗ് നടക്കുന്നു. 1964 ഡി ജി കാർവേ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1963 ഡി ജി കാർവേ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1966 അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അല്ലേ, ഇത്രയും സ്റ്റേജസ് അല്ലേ നമ്മൾ പഠിച്ചത്. 1966 അപ്പോയിൻറ്റ് ചെയ്തു, 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായി പോകുന്ന സമയത്ത് 1992 ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസ് 2 അടിച്ചു വെച്ചേക്കുക. ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഇയാൻ മക്പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം 1995 മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസ് എന്നാൽ സെപ്റ്റംബർ 23 1995 അല്ലേ, അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ഒക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലേ. പിന്നെ നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എത്ര ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ദെൻ അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസ് അത് 10 എണ്ണം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് വാല്യൂസ് നോക്കിക്കേ. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാളിറ്റി, ഇക്വിറ്റി, ദെൻ സോളിഡാരിറ്റി, ഓണസ്റ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിങ് ഫോർ അതേഴ്സ്. ദെൻ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ കോപ്പറേറ്റീവ് ദ ബേസിസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്നാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതൊരു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ ഇതിന് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. According to reformulated principles of cooperation 1966, then the following statement are correct. നോക്കിക്കേ, ഡി ജി കാർവേയുടെ റിപ്പോർട്ട് പ്രകാരം 1966 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ആരാണ് നമ്മുടെ ഡി ജി കാർവേയുടെ റിപ്പോർട്ടാ പ്രകാരം താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? നോക്കിക്കേ, മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ എല്ലാ മെമ്പേഴ്സിനും മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് പറയുകയാണ്. ദെൻ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഈസ് വെസ്റ്റഡ് വിത്തിൻ ആൻ ഇലക്റ്റഡ് ബോഡി. ഭരണസമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട് ചെയ്തിരിക്കുന്ന ബോഡിക്ക് അനുസരിച്ച് നമ്മൾ അവരുടെ മാനേജ്മെൻറ്റ്. ദെൻ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ലാഭമാണോ? അല്ല. ദെൻ അതുപോലെ തന്നെ there should be a limited interest on ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് ഏതൊക്കെ കാര്യങ്ങൾ വരുമെന്ന്. ഏതൊക്കെ കാര്യങ്ങൾ അതിനകത്ത് തരുന്നേ? 1, 2, 3 ശരി. നോക്കിക്കേ, 1, 2, 4 ശരി. 1, 2, 4 ശരിയാണോ? 1 മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓള്. ദെൻ 2 മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇലക്ട് ചെയ്തിരിക്കുന്ന ബോഡിക്കകത്താണോ? there should be a limited interest on ഷെയർ ക്യാപിറ്റൽ ആണോ? ഓക്കെ, ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? 1, 3, 4. 1 ശരിയാണ്, 3 തെറ്റല്ലേ? അതായത് പ്രോഫിറ്റ് ഒരിക്കലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് വരുന്നത്? അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് ശരിയാണ്, 1 ശരിയാണ്. അതുപോലെ തന്നെ ഒന്നാമത്തത് മെമ്പർഷിപ്പ്, ഈ ഒരു കാര്യം 3 ഒഴിച്ച് ബാക്കി എല്ലാം ശരിയാ അല്ലേ? ശരിയല്ലേ? ഓക്കെ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? എ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. നോക്ക്, ഒരു സെക്കൻഡ് അത് കിട്ടേരെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. സഹകരണ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കേ. ഇറ്റ് എംഫസൈസ് എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഫോർ ദ സൊസൈറ്റീസ് പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. മെമ്പേഴ്സിന് വിദ്യാഭ്യാസം കൊടുക്കണം, സഹകരണ വിദ്യാഭ്യാസം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? മെമ്പേഴ്സ് സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. സൊസൈറ്റിയുടെ പ്രോഗ്രസിനും പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി, പ്രോസ്പെരിറ്റിക്കും വേണ്ടിയിട്ട്
മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കണം, സഹകരണ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞു. ആണോ? അല്ല. ദെൻ അടുത്തത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലയോ? ദെൻ അടുത്തത് ഇറ്റ് ഫോക്കസസ് ഓൺ സോൺലി ഓൺ എഡ്യൂക്കേറ്റിംഗ് ദ മാനേജ്മെൻറ്റ് ടീം. അതായത് മാനേജ്മെൻറ്റ് ടീമിനെ മൊത്തത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം, എല്ലാ മാനേജ്മെൻറ്റ് ടീമിനെയും എഡ്യൂക്കേറ്റ് ചെയ്യണം. ദെൻ ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ടെക്നിക്കൽ ട്രെയിനിങ് ടു പബ്ലിക് ആൻഡ് എംപ്ലോയീസ്. അതായത് ഈ ടെക്നിക്കൽ ട്രെയിനിങ് പബ്ലിക്കിനും കൊടുക്കണം, അതുപോലെ തന്നെ എംപ്ലോയീസിനും കൊടുക്കണം. ഇതിനടുത്ത് നോക്കിക്കേ, ഇറ്റ് ഇൻവോൾവ്സ് എഡ്യൂക്കേറ്റിംഗ് ബോത്ത് മെമ്പേഴ്സ് ആൻഡ് ഓഫീസ് ബിയേഴ്സ്. അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സിനും ഓഫീസ് ബിയറേഴ്സിനും പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സിനും എന്ത് ചെയ്യണം? സഹകരണ വിദ്യാഭ്യാസം കൊടുക്കണം എന്നല്ലേ പറയുന്നേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഏതൊക്കെയാണ് ശരി? മാനേജ്മെൻറ്റിന് കൊടുക്കണം, മൊത്തത്തിൽ ഇറ്റ് ഫോക്കസസ് ഓൺ സോൺലി എഡ്യൂക്കേറ്റിംഗ് മാനേജ്മെൻറ്റിന് മൊത്തത്തിൽ കൊടുക്കണം, അതുപോലെ തന്നെ മെമ്പേഴ്സിനെയും ഓഫീസ് ബിയറേഴ്സിനും കൃത്യമായി സഹകരണ വിദ്യാഭ്യാസം കൊടുക്കണം. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ്. ദെൻ അടുത്തത് നോക്കിക്കേ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കൃത്യമായിട്ട് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ഏതാണ് എന്നതാണ് ചോദ്യം. നോക്കിക്കേ, കോപ്പറേഷൻ ഇറ്റ് പ്രൊമോട്ട് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ്സ്. സഹകാരികൾക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് എൻകറേജസ് ക്ലോസ് അസോസിയേഷൻ അറ്റ് ലോക്കൽ, നാഷണൽ, ഇൻ്റർനാഷണൽ ലെവൽ. നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യണം? ഒരു ക്ലോസ് ഉണ്ടാക്കണം, ക്ലോസ് അസോസിയേഷൻ ഉണ്ടാക്കണം, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന്. അതുപോലെ തന്നെ ഇറ്റ് സപ്പോർട്ട് ദ മെർജർ ഓഫ് ഓൾ കോപ്പറേറ്റീവ്സ് ഇൻ ടു എ സിംഗിൾ എൻറ്റിറ്റി. എല്ലാ സഹകരണ സ്ഥാപനങ്ങളും കൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം എന്ന്, ഒരൊറ്റ സിംഗിൾ എൻറ്റിറ്റിയായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുക. അതുപോലെ തന്നെ ഇറ്റ് സ്ട്രെങ്തൻ ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ടു ഫേസ് അഡ്വേഴ്സ് സിറ്റുവേഷൻസ്. സഹകരണ പ്രസ്ഥാനങ്ങൾ ഏത് മോശം സിറ്റുവേഷനെയും ഒരുമിച്ച് നേരിടണം എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, എല്ലാവർക്കും വേണ്ടി എന്ന ആ പ്രസ്ഥാനത്തോട്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്ന താഴെ പറയുന്ന എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നതാണ് ചോദ്യം. നോക്കിക്കേ, ഇറ്റ് പ്രൊമോട്ട് കോമ്പറ്റീഷൻ നമുക്ക് ഒന്നിലും ചെയ്യാൻ പറ്റില്ല, അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എൻകറേജസ്, ഇതിനെ എൻകറേജ് ചെയ്യുന്നു. സഹകരണ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ നാഷണൽ ലെവലിലായിക്കോട്ടെ ഇൻ്റർനാഷണൽ ലെവലിലായിക്കോട്ടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇറ്റ് സപ്പോർട്ട് മെർജർ ഓഫ്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഒരുമിച്ച് ചേർന്ന് മെർജ് ചെയ്ത് ഒറ്റ യൂണിറ്റായിട്ട് പ്രവർത്തിക്കണം എന്നെങ്ങും പറയുന്നില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇറ്റ് സ്ട്രെങ്തൻ ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ടു ഫേസ് അഡ്വേഴ്സ് സിറ്റുവേഷൻസ്. ഏതെങ്കിലും മോശം സാഹചര്യങ്ങൾ വന്നാൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ്? ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മാത്രമാണ് കറക്റ്റ്. അടുത്തത് റിഗാർഡിംഗ് ദ മാഞ്ചസ്റ്റർ കോൺഗ്രസ് 1995, നമ്മുടെ ലാസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് 1995 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്ത ലാസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് മാഞ്ചസ്റ്റർ സെപ്റ്റംബർ 23 നടന്നു. അവിടെ വെച്ചിട്ട് അവിടുത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. അതുമായി ബന്ധപ്പെട്ട് ഈ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് കറക്റ്റ്? നോക്കേ, ഇറ്റ് വാസ് എ സെറ്റിനൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്. ആ സെലിബ്രേഷൻ ഓഫ് ഐസിയുടെ 100ാമത്തെ വാർഷികമായിരുന്നു. ശരി, ആയിക്കോട്ടെ, ആണ്, കറക്റ്റാണ്. അതുപോലെ തന്നെ ദ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ വെയർ റിവൈസ്ഡ്. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിനെ വീണ്ടും റിവൈസ് ചെയ്തു. എത്രാമത്തെ ആയിരുന്നു? 3ാമത്തെ റീഫോർമുലേഷൻ നടന്നു. അതും കറക്റ്റാണ്. ദ റിവിഷൻസ് വെയർ മെയ്ഡ് ടു അഡ്രസ് ഡ്രാസ്റ്റിക് ആൻഡ് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഈയൊരു റിവിഷൻ നടന്നപ്പോഴത്തേക്കിനും ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ട്? എന്തൊക്കെയാണ്? കോപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ ഇതിനെ സാധിച്ചു. അങ്ങനൊരു സംഭവമൊന്നും നടന്നിട്ടില്ല. ആദ്യം ഉണ്ടായ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അതിൻ്റെ ഡീമെറിറ്റുകളെ എല്ലാം മാറ്റി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പുതിയത് വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് ഭയങ്കര ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. സോ അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അതുപോലെ തന്നെ ദ റിവിഷൻ മെയ്ഡ് ടു അഡ്രസ് ഡ്രാസ്റ്റിക് ആൻഡ് റിവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ദ കോൺഗ്രസ് റിജക്റ്റഡ് ദ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കമ്മിറ്റി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാക്കി പറയാൻ പറ്റും? ഇതൊരു 100ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു. പിന്നെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഇവിടെ അഡോപ്റ്റ് ചെയ്തു.
ദെൻ അതുപോലെ തന്നെ ആ ഉള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്നും പുതിയൊരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് രൂപീകരിച്ചു. ഉള്ളതിൽ നിന്നും അല്ലാതെ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ശരി, ദെൻ അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസ് ഈക്വലി ഡിവൈഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ? പ്രിൻസിപ്പിളിനെ കുറിച്ച്. ലാഭമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആണോ? സർവീസ് ഈസ് ദ പ്രൈമറി മോട്ടോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നോക്കിക്കേ, സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് ദി മെമ്പേഴ്സ്. നമ്മൾ പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ് നോക്കിക്കേ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രോഫിറ്റ് ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് അല്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. ദെൻ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് മെമ്പേഴ്സ് ആഫ്റ്റർ അഡ്ഹറിങ് സൊസൈറ്റീസ് റൂള്. സൊസൈറ്റിയുടെ റൂള് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? സർപ്ലസ് ഒരേപോലെ മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് എഫിഷ്യൻ്റ്ലി ആൻഡ് എനി എറൈസിങ് പ്രോഫിറ്റ് ഈസ് യൂസ്ഡ് അക്കോർഡിംഗ് ടു സൊസൈറ്റീസ് റൂള്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു. ഇതിൽ നിന്നും സൊസൈറ്റികളുടെ റൂൾസ് ആൻഡ് ബൈലോസിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതിൽ നിന്ന് ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? നമ്മൾ ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് മെമ്പേഴ്സിന് കൃത്യമായി കൊടുക്കുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞത്? അതായത് ആക്ടിവിറ്റീസ് കൃത്യമായി എഫിഷ്യൻ്റായി നമ്മൾ ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ റൂൾ പ്രകാരം അത് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഏകദേശം ഒരേ പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. ദെൻ നോക്കിക്കേ, ആൾ പ്രോഫിറ്റ് ഷുഡ് ബി റീറ്റേൺഡ് വിത്ത് ദ കോപ്പറേറ്റീവ്സ്. എല്ലാ ലാഭങ്ങളും സൊസൈറ്റിയിൽ തന്നെ കുമിഞ്ഞുകൂടിയിരിക്കും ആണോ? അല്ല. അപ്പം ഈ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് റോച്ച്ഡെയിൽ പൈനേഴ്സ് ട്രൂ? റോച്ച്ഡെയിൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിലെ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് കറക്റ്റ്? നോക്കിക്കേ, ഇത് റോച്ച്ഡെയിൽ പൈനേഴ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് വ്യൂവേഴ്സ് ഇൻ ഇംഗ്ലണ്ട്. ഒരു ഗ്രൂപ്പ് വ്യൂവേഴ്സ് ആയിരുന്നോ? അല്ല, വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നും അല്ല. ദെൻ ദേ ഫൗണ്ടഡ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ്സ് ഇൻ 1844. അതായത് ഡിസംബർ 21 1844 ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവന്നത് റോച്ച്ഡെയിൽ പൈനിയറാണ്. കറക്റ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ശരിയാണ്. ദ റോച്ച്ഡെയിൽ പൈനിയർ ബിക്കം ദ ബേസിസ് ഫോർ മോഡേൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അതായത് ഇപ്പോൾ നിൽക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾസ് ആണ് എന്നത് കറക്റ്റ് കാര്യമാണ് അല്ലേ? അദ്ദേഹത്തിൽ നിന്നല്ലേ നമ്മൾ എടുത്ത 1860. ദെൻ ദേ എയിംഡ് അറ്റ് പ്രൈമർലി മാക്സിമൈസിങ് പ്രോഫിറ്റ് ഫോർ ദെയർ മെമ്പേഴ്സ്. മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ല, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ്. അടുത്ത് നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ. റോച്ച്ഡെയിൽ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഈസ് വൺ ഓഫ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ. റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾ ആയിരുന്നു ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്? അല്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, വോളണ്ടറി അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഓപ്പൺ മെമ്പർഷിപ്പേ പറഞ്ഞിട്ടുള്ളൂ. സോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ല ഒന്നാമത്തത്. ദെൻ ദേ എംഫസൈസ്ഡ് ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ് ടു അവോയ്ഡ് ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദെൻ എംഫസൈസ്ഡ് ക്യാഷ് സെയിൽസിനെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ദെൻ അതുപോലെ തന്നെ കറക്റ്റാണ്, ക്യാഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വാസ് ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് ട്രേഡ് ഡൺ ബൈ വിത്ത് ദ കോപ്പറേറ്റീവ്സ്. ലാഭം വീതിക്കുന്നതെന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ട്രേഡ്, എത്ര രൂപയുടെ ട്രേഡ് അവിടെ നടന്നു എന്നതിനനുസരിച്ചായിരിക്കും ലാഭത്തിന് വിഹിതം ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേ സപ്പോർട്ടഡ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ടു അവോയ്ഡ് എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ്. എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായും മതപരമായുമുള്ള ആരെങ്കിലും ഇടപെട്ടാലും ഇവർക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു. നേരെ മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ എന്താണ് പറയുന്നത്? പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായിട്ടും ആരും വരണ്ട, മതപരമായിട്ടും വരണ്ട, ഓക്കെ എന്നാണ് പറയുന്നത്. സോ ദേ സപ്പോർട്ടഡ് ഇവർ ഈ റോച്ച്ഡെയിൽ പൈനിയർ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ലാഭം
ബിസിനസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ദെൻ ദേ സപ്പോർട്ടഡ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ടു അവോയ്ഡ് എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിതിനെ ഒഴിവാക്കി. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ പറഞ്ഞില്ല. കാര്യം അത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. കാര്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. ഓക്കെ എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ആ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. കൃത്യമായിട്ട് പഠിക്കുക. PSCയെ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ആർക്കും ചോദിക്കാത്ത അല്ലെങ്കിൽ ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. എന്നുവെച്ചാൽ ഒരുപാട് പുസ്തകങ്ങൾ തപ്പിയെടുത്ത് അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കും. യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ അതേ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ പഠിക്കുക. എങ്ങനെയാണ് വന്നത്, ആരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു, എവിടെ വെച്ചിട്ടൊക്കെയായിരുന്നു മീറ്റിംഗ് നടന്നത്, പിന്നെ കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ്, പിന്നെ എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ഇത്തരം കാര്യങ്ങൾ, കോപ്പറേറ്റീവ് വാല്യൂസ് 10 അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ചോദിച്ച 2-3 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.